ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വറ്റിക്കായിട്ടിരുന്നുള്ള നമ്മളെ ഗപ്പിക്കുളം ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം വറ്റിക്കാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഡക്ക് വീഡ് പായൽ. ഞാൻ ആ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടിട്ടതാണ്. പക്ഷേ അത് ഏറ്റവും വലിയ പ്രശ്നമായി. അത് പെട്ടെന്ന് ഇതുപോലെ ഫുള്ള് നമ്മുടെ ടാങ്കിനെ മൊത്തം കവർ ചെയ്ത് അവസാനം മീനുകളൊന്നും കാണാൻ പറ്റാതായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ടാങ്ക് ശ്രദ്ധിക്കാതെ ഇങ്ങനെ കിടന്നത്. ഇപ്പോൾ ഉണ്ട് ഫുള്ള് ഡക്ക് വീഡാണ് പായൽ മൊത്തം. ആദ്യം നമുക്ക് ഈ ഡക്ക് വീഡ് പായലുള്ള മാറ്റിയിട്ട് വെള്ളം വറ്റിക്കാം. ഇപ്പം മീനുകളൊന്നും കാണാനില്ല. 1-2 മീൻ മാത്രമേ മാക്സിമം കാണത്തുള്ളൂ. ഇതാ കണ്ടില്ലേ, തവളക്കുഞ്ഞെ ഞാനത് വ്യക്തമായി ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഫുള്ള് തവളയാണ്. മക്കര കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ലാതെ മീനുകളൊന്നും കാണാനില്ല. നമുക്ക് നോക്കാം ഫുള്ള് വറ്റിച്ചിട്ട് അതിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന്. ഇപ്പോൾ ഏകദേശം ഞാൻ പകുതിയോളം വറ്റിച്ചു. അടിയിൽ ഫുള്ള് ചവറുകൾ മാത്രമേ കാണുന്നുള്ളൂ. ചവർ മൊത്തം മാറ്റിയിട്ട് നോക്കാം, ഇല്ലെങ്കിൽ മീനുകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇതുവരെ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം ചവർ മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഏകദേശം കുളം പറ്റിയപ്പോൾ തന്നെ നമുക്ക് ഫുൾ കാണാൻ പറ്റുന്നത് ഫുള്ള് തവളക്കുഞ്ഞുങ്ങൾ മാത്രമേ. കണ്ടില്ലേ, ഇഷ്ടം മൊത്തം തവളക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നതിൽ മീനൊന്നും ഇല്ലാതെന്നാണ് തോന്നുന്നത്. എല്ലാ മീനും തവള കഴിച്ചുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. ഇത്രയും നേരമായിട്ട് നമുക്കൊരു മീനും കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം മൊത്തം വറ്റിച്ചിട്ട് മീൻ വല്ലതും കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം. കണ്ടില്ലേ, ഏകദേശം ഇപ്പോൾ ടാങ്ക് ഞാൻ ഏകദേശം മൊത്തം വറ്റിച്ചു. കണ്ടില്ലേ, ഉള്ളത് കൂടുതലും തവളക്കുഞ്ഞുങ്ങളാണ്. ഇനി ഇടയ്ക്കേണ്ട 1-2-3 ചെറിയ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്. അത്രേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല എൻ്റെ അടുത്ത്. ഈ കിടന്ന ഗപ്പികൾ കംപ്ലീറ്റ് തവള തിന്നുകൊണ്ട് പോയി എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനിയെങ്കിലും നല്ല ഒന്ന് സെറ്റാക്കി എടുക്കണം ടാങ്കിനെ. ഇപ്പോൾ ടാങ്ക് ഞാൻ മൊത്തം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കിടിലൊരു നാച്ചുറൽ പോണ്ട് പോലെ തന്നെ സെറ്റാക്കി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളിൽ ഏത് മീനിടണമെന്നുള്ള കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ മീനിൽ വാങ്ങിച്ചിടാവുന്നതാണ്. കണ്ടില്ലേ, നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. 2 ദിവസം ഒന്ന് ഉണങ്ങിയിട്ട് വെള്ളം നിറച്ചിടണം.